റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. This is not a universal open promise. It is a personal and conditional promise. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുക. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുക തന്നെ. വചനത്തിൽ വിശ്വസിച്ച് ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വചനം നമ്മോട് പറയുകയാ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. ദൈവസ്നേഹത്തിൽ വളരുമ്പോൾ എന്നെ കുറിച്ച് സ്വർഗത്തിലുള്ള പദ്ധതി, എന്റെ മേലുള്ള വിളി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, അത് സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തരും. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് ഒരു ക്രിസ്തീയ ജീവിതം. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ സകല പരാജയങ്ങളും കടന്നു വന്നത്. തന്റെ സമ്പത്ത്, തന്റെ പ്രിയപ്പെട്ട മക്കൾ, തന്റെ ആരോഗ്യം, എന്തിന് തന്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം. എന്നിട്ടും ഭക്തനായ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന അത്രമാത്രം തകർച്ചയിൽ താങ്കൾ ആയിരിക്കുമ്പോൾ എങ്ങനെ ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയും? ഇയ്യോബിനെ കുറിച്ച് സ്വർഗം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു: അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും: അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുന്നത് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു ചേർന്ന തകർച്ചയുടെ കഥ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അവസാനിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപാടിനാൽ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ച ഇയ്യോബിന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും മുഴുവൻ ഇരട്ടിയായി തിരികെ നൽകുന്ന ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കഥ പറഞ്ഞിട്ടാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വചനം പറഞ്ഞതുപോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.